കോളിവുഡിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ ഹൈപ്പോടെയും ആകാംക്ഷയോടെയും തിയേറ്ററുകളിലെത്തിയ മറ്റൊരു സിനിമയുണ്ടാകില്ല. തമിഴകത്തിന്റെ പ്രിയപ്പെട്ട ദളപതി തന്റെ സിനിമാ കരിയറിലെ ഏറ്റവും അവസാനത്തെ ചിത്രമായി പ്രഖ്യാപിച്ച പ്രോജക്ട് എച്ച് വിനോദ് സംവിധാനം ചെയ്ത ജനനായകൻ തിയേറ്ററുകളിലെത്തുമ്പോൾ അത് വെറുമൊരു സിനിമ മാത്രമല്ല, രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെയും വൈകാരികമായ വിടവാങ്ങലിന്റെയും വലിയൊരു വേദിയാണ്. സിനിമ ഇറങ്ങുന്നതിനേക്കാൾ മുന്നേ തന്നെ വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാകുകയും നിലവിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയും ചെയ്യുന്നു എന്നത് ചിത്രത്തിന് നൽകുന്ന കൗതുകം ചെറുതല്ല. സെൻസർ ബോർഡിന്റെ തടസ്സങ്ങൾ കാരണം 6 മാസത്തോളം വൈകിയെത്തിയെങ്കിലും ഈ താമസം ചിത്രത്തിന്റെ ആവേശം കൂട്ടുക മാത്രമാണ് ചെയ്തത്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള വിജയുടെ ഒരു ബിഗ് സ്ക്രീൻ വോട്ട് അഭ്യർത്ഥനയായി തന്നെ ജനനായകൻ അനുഭവപ്പെടുന്നു. തെലുങ്കിൽ നന്ദമൂരി ബാലകൃഷ്ണ തകർപ്പൻ വിജയം നേടിയ ഭഗവന്ത് കേസരി എന്ന സിനിമയുടെ അടിസ്ഥാന പ്രമേയമാണ് എച്ച് വിനോദ് ജനനായകന് വേണ്ടി വീണ്ടും ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. എന്നാൽ ഭഗവന്ത് കേസരിയിലെ കഥയെ പൂർണ്ണമായും തമിഴ്നാട്ടിലെ നിലവിലെ ഇലക്ടറൽ പൊളിറ്റിക്സിന്റെ പശ്ചാത്തലത്തിലേക്ക് വിനോദ് മാറ്റിയെഴുതി. മുൻ IPS ഓഫീസറായ ദളപതി വെട്രിക്കൊണ്ടാൻ എന്ന കഥാപാത്രമായാണ് വിജയ് ചിത്രത്തിലെത്തുന്നത്. എന്നാൽ കഥയുടെ തുടക്കത്തിൽ നായകനെ നാം കാണുന്നത് ഒരു ജയിൽ പുള്ളിയുടെ വേഷത്തിലാണ്. അയാൾ ആരാണ്, എന്തിനാണ് ജയിലിലായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രേക്ഷകരെ ദളപതി വെട്രിക്കൊണ്ടനൊപ്പം സംവിധായകൻ യാത്രയാക്കുകയാണ്. നായകന്റെ മാസ് പ്രകടനത്തിനൊപ്പം ശക്തരായ പ്രതിനായകന്മാരും ജനനായകന്റെ വലിയൊരു ആകർഷണമാണ്. ബോബി ഡിയോൺ അവതരിപ്പിക്കുന്ന അമരീഷ് പൂജാരി എന്ന വില്ലനൊപ്പം പ്രകാശ് രാജിന്റെ റോജാ രംഗസ്വാമി എന്ന കഥാപാത്രത്തിനും ചിത്രത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. മുഖ്യമന്ത്രി കസേരയിൽ നേരിട്ടില്ലെങ്കിലും തമിഴ്നാടിന്റെ അധികാര കേന്ദ്രങ്ങളെയും രാഷ്ട്രീയത്തെയും നിഴൽ പോലെ നിയന്ത്രിക്കുന്ന ആളാണ് റോജാ രംഗസ്വാമി. ഈ കഥാപാത്രം വിജയുടെ പ്രധാന രാഷ്ട്രീയ എതിരാളിയായ MK സ്റ്റാലിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് വ്യക്തമായി തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തലമുറകളായി തങ്ങളാണ് അധികാരം കൈയാളുന്നതെന്നും ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും രംഗസ്വാമി പറയുന്ന സംഭാഷണങ്ങൾ തമിഴ് രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചകൾക്കെതിരെയുള്ള കൃത്യമായ രാഷ്ട്രീയ അമ്പുകളാണ്. പാരലൽ ട്രാക്കുകളിലൂടെ നീങ്ങുന്ന വിനോദിന്റെ തിരക്കഥ വിജയുടെ പതിവ് മാസ് ഫോർമുലകളെ ഉപേക്ഷിക്കാതെ തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. നാടിനും പ്രിയപ്പെട്ടവർക്കും വേണ്ടി സ്വന്തം ജീവിതം ത്യജിക്കാൻ മടിക്കാത്ത വിജയ് നായകന്മാരുടെ തുടർച്ച തന്നെയാണ് വെട്രിക്കൊണ്ടാനും. എന്നാൽ ഈ സിനിമയുടെ വൈകാരികമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നത് വെട്രിക്കൊണ്ടാനും അദ്ദേഹത്തിന്റെ അനുജത്തിയായി ജീവിതത്തിലേക്ക് എത്തുന്ന വിജിയും തമ്മിലുള്ള ബന്ധമാണ്. മലയാളി താരം മമിത ബൈജു ആണ് വിജി എന്ന കഥാപാത്രത്തെ തമിഴ് പ്രേക്ഷകരുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കഥയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഈ സഹോദര ബന്ധത്തിന് വലിയൊരു പങ്കുണ്ട്.